ഹായ് നമസ്കാരം, ഞാൻ ബിജു സോപാനം. നമ്മുടെ ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ബിജു സോപാനം. ഇതിനോടകം നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിജു സോപാനം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു പുതിയ പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടെ ഉപ്പുമുളകും താരങ്ങൾക്കൊപ്പമുള്ള ചിത്രമാണ് ബിജു സോപാനം പങ്കുവച്ചത്. അൽസാബിദ്, ശിവാനി, കലാദേവി, നന്ദൂട്ടി എന്നിവരെയും ചിത്രത്തിൽ കാണാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉപ്പുമുളകും പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു ബിജു സോപാനം. താരത്തിനും നടൻ SP ശ്രീകുമാറിനുമെതിരെ ഇതേ പരമ്പരയിൽ അഭിനയിച്ചിരുന്ന നടി ലൈംഗിക അതിക്രമത്തിന്റെ പേരിൽ കേസ് കൊടുത്തിരുന്നു. അതിനാൽ ഉപ്പുമുളകിന്റെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ബിജു സോപാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് വ്യാജ പരാതിയാണെന്നും പരാതി കള്ളമാണെന്നും തെളിയിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പുതിയ പോസ്റ്റ് നടന്റെ ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിരിച്ചു വന്നു, ഇത്രയും നാൾ നാഥനില്ലാ കളരിയായിരുന്നു. ബാലുവച്ചന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചു. ഈ കാഴ്ച കാണാൻ പ്രേക്ഷകർ എത്രയോ കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നിങ്ങനെയാണ് ചിത്രത്തിന് കിട്ടുന്ന. എന്നാൽ ഇതിന് പിന്നാലെ നീലു തിരിച്ച് ഉപ്പുമുളകിലേക്ക് എത്തുമോ എന്നുള്ള സംശയങ്ങളും ആരാധകർ ചോദിക്കുന്നുണ്ട്. നീലുവിനെ തിരിച്ചു കൊണ്ടുവരണമെന്നും പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കണമെന്നും ബാലുവും നീലുവും ഒന്നിച്ചുള്ള ഉപ്പുമുളക് കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതും എന്നുള്ള കമന്റുകളും വരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം നിഷ സാരൻ കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമാണ്, ഇനി ഉപ്പുമുളകിലേക്ക് താരമില്ല, മറ്റൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകാനാണ് താരം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ മനസ്സമാധാനമാണ് ആവശ്യമെന്നും താരം പറയുന്നത്. ഈ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോഴിതാ സീരിയൽ താരം അനു ജോസഫ് ഉപ്പുമുളകിലേക്ക് നീലുവിന്റെ വേഷത്തിൽ എത്തുന്നു എന്നുള്ള വാർത്തകളും വരുന്നത്. അത് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിലും പല യൂട്യൂബ് ചാനലും ഉപ്പുമുളകിലെ ഒഫീഷ്യൽ ഫാൻ പേജുകളിലുമൊക്കെ അനു ജോസഫ് നീലുവായി ഉപ്പുമുളകിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉപ്പുമുളകിലെ നിങ്ങളുടെ ഇഷ്ടതാരവുമായിരുന്നു കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.